ആ ജഡ്ജ്മെന്റിൽ എത്ര പേർക്കാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ഇപ്പോൾ പിഴ ശിക്ഷ ഈടാക്കിയിട്ടുണ്ട് അവരുടെ നിന്ന്. അതിൻ്റെ അർത്ഥം എന്താണ്? അത് കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ ആൾക്കാരാണ്. അവരുടെ ജാതകവും അവരുടെ പേരും അവരുടെ അക്കൗണ്ട് നമ്പറും വരെ അതിനകത്തുണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്ന ഒരു ആരോപണം ഒരു മന്ത്രി അടക്കമുള്ളവരാണ് ഈ പവർ ഗ്രൂപ്പ് എന്നാണ്. അങ്ങനെ ഹേമ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടോ? പുറമേ വരുന്നത് നമ്മൾ പറയരുത്. നിഗമനം ഒരിക്കലും എന്താണ്, അല്ലെങ്കിൽ അത് നമ്മൾ അല്ല. ഹേമ കമ്മിറ്റി അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ആ വാചകത്തിൽ നമുക്ക് പിടിക്കാം. ഹേമ കമ്മിറ്റി എന്താ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? അത് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? അല്ല, അങ്ങ് ചോദിച്ച വിഷയത്തിന് അപ്പൊ പിന്നെ അതിനെ കുറിച്ച് എനിക്ക് മറുപടിയില്ല. അതേന് ഞാൻ ചോദിച്ചേ. അങ്ങ് ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി. അവിടെ വാ. അങ്ങനെ അല്ല, മന്ത്രി എന്നൊരു വാക്ക് അവിടെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ മന്ത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല. അതെന്റെ കുറ്റമല്ല. അത് ആത്മാ പ്രസിഡന്റ്, ഇപ്പൊ അമ്മയുടെ പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോ ആരാന്ന് പറയാൻ പറ്റുമോ? ആരാണ്? അതായത് ആദ്യമേ സോമേട്ടൻ ഇരുന്നിട്ടുണ്ട്, മധുസാർ ഇരുന്നിട്ടുണ്ട്, പിന്നെ ഇന്നസെന്റ് ഇരുന്നിട്ട്, ലാലേട്ടനുണ്ട്, അങ്ങനെ പലരും മാറി 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 ഇരുന്നിട്ടുണ്ട്. അപ്പൊ അമ്മയുടെ പ്രസിഡന്റാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരെങ്കിലും പറയാൻ പറ്റും? എങ്ങനെയാണ്? അതെന്തുകൊണ്ടാണ്? അതിനകത്ത് ബൈലോയിൽ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ആയുഷ്കാല പ്രസിഡന്റ്. അതുകൊണ്ടാണ് ഞാനും പറയുന്നു അദ്ദേഹമാണ്. ഇവന്റെ പേര് പറയേണ്ട കാര്യമില്ലല്ലോ. എന്തോ അവർക്ക് എന്തോ അസുഖം ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഈ മൗന, അങ്ങനെ പല അസുഖങ്ങളുണ്ടല്ലോ, അതുകൊണ്ടായിരിക്കും. അല്ലെങ്കിൽ കുറ്റബോധം കൊണ്ടായിരിക്കാം. ഈ റിപ്പോർട്ട് 4.5 വർഷമാണ് വൈകിയത്. അതോടൊപ്പം തന്നെ കണക്ട് ചെയ്ത് അച്ഛന്റെ ഉൾപ്പെടെ സംഭവങ്ങൾ പലതും വരികയും അങ്ങനത്തെ പല കാര്യങ്ങളുമാണ് ഇതിനകത്ത് കോൺടാക്റ്റിലായിട്ട് പറയുന്നത്. ഇത് മനഃപൂർവ്വം വൈകിച്ചതാണ്. ഏത് റിപ്പോർട്ട്? അല്ല, ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ട് ഇപ്പോൾ അച്ഛനെ സംബന്ധിച്ച്, അച്ഛന് ഈ റിപ്പോർട്ട് വരുന്നതിന് എത്രയോ വർഷം മുമ്പ് അച്ഛൻ മരണപ്പെട്ട് കഴിഞ്ഞിരിക്കും. പക്ഷെ ഇപ്പോഴും അച്ഛനാണ് അതിനകത്ത് ഹൈലൈറ്റ് എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ എന്താണ്, അത് കോമഡി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലേ? ശരിയല്ലേ? വേറെ എന്താണ് അതിനെ പറ്റിയ വേറെ ആരും ഇല്ലേ എന്നുള്ളൊരു സംശയമാണ് അവിടെ വരുന്നത്. അതിനകത്ത് ഈ പറഞ്ഞതുപോലെ അച്ഛന് ഇപ്പോഴും അതിനകത്തും അച്ഛനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതും ഈ പറഞ്ഞതുപോലെ മറ്റേ ഡൽഹി വിനയന്റെ ആ ജഡ്ജ്മെന്റ് കോട്ട് ചെയ്തിട്ടാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. തീർച്ചയായിട്ടും അതിൽ ഞാൻ മൊഴി കൊടുത്തിട്ടുള്ളതാണ്. എൻ്റെ പേര് ആ ജഡ്ജ്മെന്റിലുണ്ട്. എന്തോ എൻ്റെ മൊഴി എടുത്തില്ല, എനിക്കറിയില്ല. ഇല്ല, അതല്ലേ ഞാൻ പറഞ്ഞു, എൻ്റെ മൊഴി എടുത്തിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ അതിനകത്ത് പ്രതിസ്ഥാനത്താണുള്ളത്. അതും നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. വരും എന്താണ്, അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതൊക്കെ കഴിഞ്ഞ എന്താണ് നമ്മൾ പറയത്തില്ലേ, ഏട് കീറി കളഞ്ഞ ഏടാ. അങ്ങനെ കേട്ടോ. അങ്ങനെ ആണോന്ന് ചോദിച്ചാൽ ഇപ്പൊ ഏത് സംഘടനയാണ് കറക്റ്റായിട്ട് ഉള്ളത്? അല്ല, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരം. ചാരിറ്റബിൾ സൊസൈറ്റി ആക്ട് പ്രകാരമുള്ള ഒരു സംഘടന, അതിനെത്തും മാത്രം അധികാരങ്ങളുണ്ട്, എന്തൊക്കെയാണ് അതിൻ്റെ അധികാരം എന്നുള്ളതിനെ കുറിച്ചുള്ള ധാരണ അതിൻ്റെ ഭാരവാഹികൾക്ക് വേണം. അതില്ലാത്തടത്തോളം കാലം ഇങ്ങനെയുള്ള അബദ്ധങ്ങൾ അല്ലെങ്കിൽ കുഴിയിൽ പോയി ചാടും. മറ്റൊരു പ്രധാന കാര്യം പറയുന്നത്, ഈ സെറ്റുകളിൽ സ്ത്രീകൾക്ക് ഡ്രസ്സ് മാറാൻ സ്ഥലമില്ല, അല്ലെങ്കിൽ ടോയ്ലറ്റ് പോലും ഇല്ല എന്നുള്ള അല്ല, അതെനിക്ക് തോന്നുന്നു ഈ പറഞ്ഞതുപോലെ ഒരു പരിധിവരെ പഴയ അവർ അതിനകത്ത് കമ്മിറ്റി റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ടല്ലോ, ഏകദേശം ഇത്ര വർഷം മുമ്പുള്ള കാര്യങ്ങളാണ് കൂടുതലും ആൾക്കാരെയാണ് ചോദിച്ചിരിക്കുന്നത്, ഇത്ര പ്രായത്തിന് മുകളിലുള്ള ആൾക്കാരെയാണ്. അതായിരിക്കാം അന്നത്തെ വിഷയം. അന്ന് ശരിയാണ് ഈ പറഞ്ഞതുപോലെ കാരവാനോ ഒന്നുമില്ല. പിന്നെ എനിക്കത് മനസ്സിലാക്കിയിട്ട് കഴിഞ്ഞിട്ടില്ല ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. പണ്ടൊക്കെ ഇപ്പം ഞങ്ങളുമൊക്കെ ഈ പറഞ്ഞതുപോലെ പോലീസ് ഡ്രസ്സൊക്കെ മാറണമെങ്കിൽ ശരിക്ക് അങ്ങനെ മാറാൻ പറ്റുള്ളൂ. അല്ല, നമ്മൾ സാധാരണ മുണ്ടെടുക്കുന്ന പോലെ നമുക്ക് എവിടെ നിന്നും മാറാൻ പറ്റില്ല. പോലീസ് എന്ന് വെച്ചാൽ അങ്ങറ്റം മുതൽ അവിടെയും മുതൽ ഇങ്ങനെ ചെയ്തു വന്നാൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് വിചാരിക്കും നമുക്ക് അതുപോലെ നിന്നിട്ട് കോസ്റ്റ്യൂമർ നിന്ന് ഇട്ടുതരണം. അപ്പോൾ അത് പബ്ലിക്കായിട്ടൊന്നും പറ്റത്തില്ല. അതൊക്കെ പലയിടത്തും നമുക്ക് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അതൊന്നും എനിക്കൊരു വലിയ ഇതായിട്ട് തോന്നിയിട്ടില്ല എനിക്ക്. പക്ഷെ സ്ത്രീകൾക്ക് അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അവരുടേതായ അത് ഒരു അനാവശ്യ ചോദ്യം. അത് ഉണ്ടല്ലോ, ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചല്ലേ നമുക്ക് ചോദിക്കേണ്ട കാര്യമുള്ളൂ. അതുണ്ടോ? ഉണ്ട് എന്നല്ലാതെ എന്താ പറയാൻ പറ്റുക? അതിനല്ലേ തെളിവിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചോദ്യം പ്രസക്തമല്ല.
പോലീസ് സ്വമേധയായി ഈ കേസ് നടപടിയിലേക്ക് പോകണം, എന്താണ് അഭിപ്രായം ഈ റിപ്പോർട്ട് പ്രകാരം? സർ, ഞാൻ ചോദിക്കുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന പ്രകാരം അല്ലെങ്കിൽ IPC, ഇപ്പോൾ അതല്ല IPC അല്ല, ഭാരത നിയമ സംഹിത, അത് പ്രകാരം ഇന്ത്യൻ ആരെങ്കിലും ഒരു ക്രൈം, ഒരു കുറ്റകൃത്യം എവിടെയെങ്കിലും നടന്നു എന്ന് ഇൻഫർമേഷൻ കിട്ടിയാൽ അത് അറ്റ്ലീസ്റ്റ് അത് അതിന്റെ പോലീസിൽ ആ സംഭവം അറിയിക്കുക എന്നുള്ളത്. ഇതിവിടെ പോക്സോ വരെ നടന്നിട്ടുണ്ടെന്നാണ്. അങ്ങനെയാണെങ്കിൽ അത് ഗുരുതരമായ തെറ്റ് തന്നെയാണ്. എന്തുകൊണ്ടത് പോലീസിനെ അറിയിച്ചില്ല? അങ്ങനെ വരുമ്പോൾ ശരിക്കും ഇതിനകത്ത് പ്രതിക്കൂട്ടിൽ വരുന്നത് ഹേമ കമ്മിറ്റി തന്നെയായിരിക്കും അധ്യക്ഷൻ. ഈ സൂപ്പർ താരങ്ങളൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ നിമിഷങ്ങൾ കൊണ്ട് ഈ പരാതികളൊക്കെ തീർപ്പാക്കാനായിട്ട് അല്ലെങ്കിൽ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ലേ? എന്നിട്ടും എന്താണ് ഇങ്ങനെ നിങ്ങൾ അല്ലെങ്കിൽ ഇവർ ഈ മൗനം പാലിക്കുന്നതിന്റെ കാരണം എന്താണ്? മൗനം വിദ്വാനുഭൂഷണമായിരിക്കും. മൗനമായിട്ടിരുന്ന അങ്ങനെ ഒരു നാട്ടു ചൊല്ലില്ലേ, അപ്പം ഉണ്ടായിരുന്ന വിദ്വാനായിട്ടിരിക്കാം. ഈ പലപ്പോഴും പ്രതികരിച്ച ആളുകൾക്കൊക്കെ സിനിമയിൽ അവസരം ലഭിക്കാതെ പോയെന്ന് വനിതാ സിനിമാ താരങ്ങളൊക്കെ പറയുന്നുണ്ട്. അതുപോലൊരു ദുരനുഭവം ഷമ്മിത്തിലുണ്ടായിട്ടുണ്ടോ? സോറി, മനസ്സിലായില്ല. അതായത് ചില കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് സംസാരിക്കുമ്പോഴൊക്കെ സിനിമയിൽ നിലപാടുകൾ അറിയിക്കുമ്പോൾ അവരിൽ സിനിമയിൽ നിന്ന് അവസരങ്ങൾ കിട്ടാതെ പോകുന്നു, അല്ലെങ്കിൽ സിനിമയിൽ ഉൾപ്പെടുത്തുന്നില്ല, പലരും ഒഴിവാക്കുന്നു. അത് സത്യമായിട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിന് ഞാൻ ഒരു വ്യക്തിമാണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നുണ്ട്. എന്നെ പുറത്താക്കിയതും ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അത് ഇല്ലാന്ന് എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാതാകില്ലല്ലോ. ഉണ്ട്, സത്യമാണത്. അങ്ങനെ എത്ര സിനിമകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ഒരു? അതിന് ഈ പറഞ്ഞ കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ ജഡ്ജ്മെന്റ് വായിച്ചാൽ തന്നെ ഒരു എണ്ണം തെളിവായിട്ട് കിട്ടും. അത് നിങ്ങൾക്കറിയാം, പണ്ടൊരിക്കൽ ശ്രീ സിദ്ദിഖ് മറ്റേ KPSC ലളിതയും കൂടെ ഒരു ഇന്റർവ്യൂ നടത്തി ഓർമ്മയില്ലേ, ഒരു പ്രസ് മീറ്റ് നടത്തി ഓർമ്മയില്ലേ? ആ മീറ്റിൽ പറയുകയും ചെയ്തല്ലോ, ഇങ്ങനെ ആരെങ്കിലും രേഖാമൂലം തെളിവ് തരികയാണെങ്കിൽ നമ്മൾ അതിന് നടപടിയെടുക്കുമെന്ന്. ഞാനപ്പോൾ തന്നെ എഴുതി കൊടുത്തായിരുന്നു. കാര്യം ഇത് കോടതിയാണ് പറഞ്ഞിരിക്കുന്നത് ഷമ്മി തിലകന്റെ ഒരു പടം കട്ട് ചെയ്യുന്നത്, പിന്നെ എൻ്റെ പടം. അതുവേണ്ടിയാണ് എന്നെ അതിനൊന്ന് പുറത്താക്കി. ഞാൻ നിങ്ങളുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വെച്ചൊരു ദിവസം ഓർമ്മയില്ലേ, ഞാൻ പറഞ്ഞില്ലേ, മുകേഷും ഇന്നസെന്റും കൂടെ എനിക്ക് എൻ്റെ എന്നത് അത് തന്നെയല്ലേ തെളിവല്ലേ. അത് നല്ല തെളിവായിട്ട് പറയാനായിട്ട് എനിക്കുണ്ടല്ലോ. മറ്റേതൊക്കെ ഞാൻ പറഞ്ഞ് ആരോപിക്കുന്നതായിട്ട് വെക്കാം. ഇത് ആരോപണമല്ല, തെളിവാണ്. വേറെ അച്ഛന് പോലും അങ്ങനെ ഒരു പടം തെളിവായിട്ട് കൊടുക്കാനുണ്ടാവില്ല, എനിക്കുണ്ട്. ശരിയല്ലേ? ഒരു കോടതി ജഡ്ജ്മെന്റിൽ തന്നെ പറഞ്ഞിരിക്കുന്നു ഷമ്മി തിലകന്റെ ഇന്ന പടം കട്ട് ചെയ്തു എന്ന്. അച്ഛൻ ഒരുപാട് വേദന അനുഭവിച്ചു. ഇനിയിപ്പോ ചോദിച്ചറിയാനായിട്ട് പുള്ളി ജീവിച്ചിരിപ്പില്ല. എനിക്കറിയാവുന്നത് വെച്ചാണെങ്കിൽ അച്ഛൻ അനുഭവിച്ചുള്ള വേദനയ്ക്ക് പുള്ളി ആരെയൊക്കെ കൊണ്ടേ പോകും എന്നുള്ളത് തന്നെ ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ പുള്ളി ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, അച്ഛോ ശരിയാണോ ഈ കേൾക്കുന്നത് എന്ന് എനിക്ക് ഈ പവർ ഗ്രൂപ്പ് ആൾക്കാർ തന്നെയാണ് അച്ഛനെ ചോദിച്ചത്. അതൊക്കെ നല്ല ഒന്നാന്തരമായിട്ട് സുകുമാരഴിക്കോടും മറ്റൊരു മറിച്ചവരും ഒക്കെ പറഞ്ഞത് ബൈറ്റ് ഇവിടെ കിടപ്പില്ലേ. ഇനി ഞാൻ അതിനകത്ത് പറഞ്ഞു എന്താണ് തുലവും തുച്ഛനായ ഞാൻ എന്തിനാ അതിനെ കുറിച്ച് അഭിപ്രായം പറയണം? അതൊരു അച്ഛനോട് ഇഷ്ടമുള്ള ഒരു മകന്റെ രോദനമായിട്ടൊക്കെ അല്ലേ പലരും അതിനെ വിലയിരുത്തുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ നിങ്ങളെയൊക്കെ മുമ്പിൽ അച്ഛൻ്റെ ഉള്ള നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിന് മുമ്പിൽ ഞാനൊക്കെ ഒന്നും അല്ല എന്നുള്ളത് എനിക്ക് പറയാനുള്ളൂ. കാര്യം ജനങ്ങൾ അങ്ങനെയാണ് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് കാണുമ്പോൾ തന്നെ എൻ്റെ പലർക്കും കണ്ണു നിറയാണ്. ഇവർ ആളുകൾക്ക് എന്താണ് ഇത്രയും ഇഷ്ടം അങ്ങേരെടുത്ത് എന്നുള്ള തോന്നൽ വരികയാണ്. അപ്പൊ പിന്നെ അവിടെ എനിക്കെന്താ പറയാനുള്ളത്? എനിക്കവിടെ പറയാൻ ഒരു റൈറ്റും ഇല്ല. കാര്യം തിലകൻ എന്ന് പറയുന്നത് ഒരു പബ്ലിക് പ്രോപ്പർട്ടിയാണ്. എനിക്കോ? എനിക്ക് അറിയില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ അറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെ പറയും? അറിയുന്ന കാര്യം എനിക്ക് പറയാം. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, മറ്റേ അതിനകത്ത് പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനകത്ത് പറയുന്നു മറ്റേ ആരാണ് ആത്മയുടെ പ്രസിഡന്റ്, അതറിയാം. അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റും. അറിയാത്തൊരു കാര്യം ഞാൻ എങ്ങനെയാ പറയുക? ശരിയായ ഒരു ട്രാക്കിലേക്ക് വരുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥാ വ്യതിയാനങ്ങളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകുമ്പോൾ നമുക്ക് ആവശ്യമില്ലാത്ത അങ്ങനെ ഒരു ചിന്ത അനാവശ്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ല, എന്നോടൊന്നും ഷെയർ ചെയ്തിട്ടില്ല. പക്ഷെ ഞാനത് മറ്റു വഴിയിലൂടെ ഇങ്ങനെ ഒരു അവിടെ ഒരു ഇതുണ്ടായിട്ടുണ്ട്, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ഇങ്ങനെ ഒരു ന്യൂസ് കിട്ടി. പക്ഷെ അതിലും ആരാണ് എന്താണെന്നുള്ള ഒരു വിവരമൊന്നും എനിക്ക് കിട്ടിയിരുന്നില്ല. അവൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ ഞാനത് ഈ പറഞ്ഞ പോലെ രേഖാമൂലം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ വിഷയം അങ്ങനെയായിട്ടല്ല, തിലകന്റെ കുടുംബത്ത് കയറി കളിക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
കുറച്ച് കോൺക്രീറ്റും കൂടി ഇട്ടാൽ കൊള്ളാം. അത്രേ പറയാനുള്ളൂ. ഒരു കാര്യം, ഈ 21 പേജ് എന്തൊരു ചോദ്യമാണ് സാർ അത്. ഒരു കോൺക്ലേവ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഇരയും വേട്ടക്കാരും കൂടെ ഒരുമിച്ചിരുന്നുള്ളതാണോ കോൺക്ലേവ് എന്ന് പറയുന്നത്? അത് ശരിയാണോ അതങ്ങനെ ചോദിക്കുന്നത്? അതെന്ത് ന്യായമാണ് അതങ്ങനെ കോൺക്ലേവ് എന്ന് പറയുന്നത്? അതാ ഞാൻ പറഞ്ഞു, ചില കോൺക്രീറ്റും കൂടി അങ്ങോട്ട് അടിച്ചങ്ങോട്ട് ഇരുത്ത്, അതോടെ തീരും എല്ലാം. ഈ ഹേമ കമ്മിറ്റി പറഞ്ഞത് 21 പേജ് പാരഗ്രാഫ് ഒഴിവാക്കണമെന്നാണ്. പക്ഷേ ഈ റിപ്പോർട്ട് വന്നേക്കുമ്പോൾ 129 പാരഗ്രാഫുകളാണ് ഒഴിവാക്കുന്നത്. ദാറ്റ്സ് ദ പോയിന്റ് സാർ. അതാണ് വിഷയം സാർ. അതാണ് മനസ്സിലാക്കേണ്ടത് കാര്യം. വിവരാവകാശ നിയമം എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ ഇന്ന് നിലവിലുള്ള എല്ലാ നിയമങ്ങൾക്കും മേലെയുള്ള നിയമമാണ്. അപ്പോൾ അത് പ്രകാരം കമ്മീഷണർ, വിവരാവകാശ കമ്മീഷണർ, കാര്യം നമ്മളൊന്ന് മനസ്സിലാക്കണം ആ പ്രോസസ്സ് എന്തുമാത്രം പ്രോസസ്സാണ്. ഒരു വിവരാവകാശ അപേക്ഷ സാംസ്കാരിക വകുപ്പിന് കൊടുത്തു കഴിഞ്ഞാൽ അതിനെതിരെ ആ രേഖകൾ കിട്ടിയില്ലെങ്കിൽ ഒരു 1-ാം അപ്പീൽ കൊടുക്കാം. ആ 1-ാം അപ്പീലും കഴിഞ്ഞിട്ട് 2-ാം അപ്പീൽ കൊടുക്കാം. ഈ 2-ാം അപ്പീലാണ് കമ്മീഷണറുടെ കയ്യിലെത്തുന്നത്. കമ്മീഷണർ അതിനുശേഷം ആ ഡോക്യുമെന്റ് എടുത്ത് നോക്കി അതിനുശേഷം ഇത്ര രേഖ കൊടുക്കരുത് എന്ന് പറഞ്ഞതിനപ്പുറം ഒരു വെട്ടിക്കുറയ്ക്കൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ ഹൈക്കോടതി അവരെ ചുമ്മാ വിടില്ല. ഹൈക്കോടതി അവിടെ ഇരിക്കുന്നത് ചുമ്മാതല്ല, ഇതൊക്കെ നോക്കാൻ തന്നെയാണ്. അതിപ്പോ എന്തായാലും അവിടെ വന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഈ റിപ്പോർട്ട് ഇപ്പൊ വന്നേക്കുകയാണ്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട്. അതേപോലെ തന്നെയാണ് കോമ്പറ്റീഷൻ കമ്മിറ്റിയുടെ സുപ്രീം കോടതി വിധി. രണ്ടിലും പറഞ്ഞേക്കുന്ന കണ്ടന്റ് ഒന്ന് തന്നെയാണ്. അല്ലല്ലല്ല, സുപ്രീം കോടതിയല്ല, മറ്റേ കോമ്പറ്റീഷൻ കമ്മീഷൻ. പക്ഷെ സുപ്രീം കോടതി അംഗീകരിച്ചതാണ്. അതുകൊണ്ട് അത് സുപ്രീം കോടതിയുടെ വിധിക്ക് തുല്യമാണ്. അങ്ങനെയാണല്ലോ അല്ലേ? അതിനകത്തെ കണ്ടന്റ് ഈ ചില കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്നല്ല, അച്ഛൻ്റെ വിഷയം, പിന്നെ ഈ ഒതുക്കൽ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഈ സ്ത്രീ വിഷയങ്ങൾ അല്ലെങ്കിൽ അതൊന്നും ഇതിനകത്ത് പ്രതിപാദിച്ചിട്ടില്ല. നിങ്ങളത് ഇതുവരെ കണ്ടില്ലേ? അത് ഇതുവരെ കണ്ടില്ലേ? അയ്യോ, അത് കാണണം. അത് നിങ്ങളത് വായിച്ചിട്ട് നിങ്ങൾ ആരെങ്കിലും ഇന്റർവ്യൂ ചെയ്യാൻ പോയാൽ വേറെ ലെവലിലായിരിക്കും നിങ്ങളുടെ ഇന്റർവ്യൂ. അതുള്ള കാര്യം ഞാൻ പറയാം. അതായത് ഒരു നടൻ സിനിമയിൽ നിന്നും സീരിയലിലേക്ക് വരുന്ന സമയത്ത്, അതായത് സിനിമയിൽ അവസരം കുറഞ്ഞപ്പോൾ സീരിയലിലേക്ക് വരുന്നു, ആ സമയത്ത് ഈ ആത്മയുടെ പ്രസിഡന്റ് ഇടപെട്ട് ഒഴിവാക്കി അങ്ങനത്തെ കാര്യങ്ങൾ എന്തെങ്കിലും, ആ നടൻ ആരാണെന്നുള്ളത് പേരില്ലെങ്കിൽ പോലും പലർക്കും വ്യക്തമായ ഒരു കാര്യമാണ്. അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടോ? അല്ല, അത് തിലകനാണെന്നുള്ളത് വ്യക്തമാണല്ലോ. അതിന് അപ്പീലില്ലാത്തൊരു സംഭവം തന്നെയാണ്. കാര്യം പ്രമുഖ നടൻ അങ്ങനെ ഒരു വിഷയം ഇറക്കി വേറെ ഏത് നടനുള്ള ചില തലമുതിർന്ന നടൻ എന്നല്ലേ പറഞ്ഞിരിക്കുന്നതും. മൃദു സമീപനമാണോ എന്നുള്ളത്, ആരോപണ വിധേയർ ആരാണെന്നുള്ളത് നമുക്കറിയില്ല. നമുക്കറിയാത്തടത്തോളം കാര്യം അവരാണ് ഇവരാണ്. ഇപ്പോൾ പലരും വെളിയിൽ വരുന്നിടത്ത് വെച്ച് നോക്കുമ്പോൾ ചില ആൾക്കാരുടെ പേരുകൾ കാക്കുമ്പോൾ ഒരു മൃദു സമീപനം ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അത് ഇതിനു മുമ്പും പല കാര്യങ്ങളിലും ഉണ്ടായിട്ടുണ്ടല്ലോ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഈ മൃദു സമീപനം എന്ന് അങ്ങ് ചോദിച്ചുകൊണ്ട് അതിന്റെ ഒരു ഇതായിട്ട് പറഞ്ഞു. അതില് ഞാനതിന് മറുപടി പറയാനുണ്ട്. ആവശ്യമില്ല. നിങ്ങൾക്കറിയാവുന്ന കാര്യമല്ലേ, അത് നിങ്ങളങ്ങ് പറഞ്ഞാൽ പോലെ. ഞാൻ എന്തിനാ പറയണേ? നീ എന്നെ പിടിച്ച് തല്ലാനോ ഉണ്ടാവണേ? എൻ്റെ വണ്ടി പോകുമ്പോൾ എൻ്റെ വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് അടിച്ച് മറ്റേ ഗുണ്ടാസം കാണിച്ചു ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാനോ? അയ്യോ, അതിനൊക്കെ നാട്ടുകാരനെ. എന്തോ? അല്ല, എൻ്റെ അച്ഛനുണ്ടായിട്ടുണ്ട്. അതല്ലേ ഞാൻ പറഞ്ഞു. ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞല്ലേ പബ്ലിക്കായിട്ട്. അതിവിടെ വന്നിട്ട് അച്ഛനത് ഈ കസേരയിലാണ് വന്നിരുന്നത്. അന്നേരം അദ്ദേഹത്തിന്റെ ഫാദറെ വിളിച്ചിട്ട് സോറി പറഞ്ഞ വിഷയമൊക്കെ ഉണ്ട്. ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ ഞാനത് നിങ്ങളെ ഓഡിയോ കേൾപ്പിച്ചു തന്നെ. അന്നതില്ല. പോരെ? എങ്ങനെയുണ്ട് ഒതുങ്ങി നിൽക്കുന്നത്? ഇതിക്കുള്ള ഒതുങ്ങണോ? അതാണ് നിങ്ങൾ ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് വിനയന് പുറത്ത് പറയാതിരിക്കേണ്ട കാര്യം? അതൊരു പബ്ലിക് ഡോക്യുമെന്റ് ആണത്, ഒരു ജഡ്ജ്മെന്റ് ആണ്. ഈ പറഞ്ഞതുപോലെ വിവരാവകാശം ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല അതിന്. ഓൾറെഡി ഇംപ്ലിമെന്റഡ് ജഡ്ജ്മെന്റ് ആണ്. അത് റിപ്പോർട്ടബിൾ ജഡ്ജ്മെന്റും കൂടെയാണ്. സുപ്രീം കോടതി അങ്ങനെ ഒരു ഓർഡർ വെച്ചിട്ടുള്ളത്. അത് എവിടെയും ഏത് കോടതിയിലും ഈ ജഡ്ജ്മെന്റ് നമുക്ക് ഡോക്യുമെന്റായിട്ട് സബ്മിറ്റ് ചെയ്യാം. അപ്പൊ പിന്നെ അതിനെന്തിനാണ് പറയാണ്ടിരിക്കേണ്ട കാര്യം? അപ്പൊ അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് കാര്യങ്ങളെന്നുള്ളത്. പലരുടെയും
പല സിനിമകളുടെ അനൗൺസ്മെന്റും കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഈ റിപ്പോർട്ട് കൊണ്ട് ഈ സിനിമയ്ക്കുള്ളിൽ അല്ലെങ്കിൽ ഈ സിനിമ മേഖലയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാകുമോ? ഉണ്ടാവുമോ? ഉണ്ടാകുമായിരിക്കും, ഉണ്ടായേക്കാം, ഉണ്ടാകാൻ വഴിയില്ല. ഈ വ്യക്തി കേന്ദ്രീകൃതമായി പോകുന്നുണ്ട്. കാര്യം ഒരു പ്രൊഡ്യൂസറിന് ആ സംഘടനയിൽ നിൽക്കാൻ പറ്റാത്തപ്പോൾ ആ സംഘടനയെ പുലർത്തിക്കൊണ്ട് മറ്റൊരു സംഘടന മാറ്റം പുലർത്തിയെന്നത് ഇത് കാര്യം തന്നെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. പേരില്ലെങ്കിൽ പോലും അങ്ങനെ ഒരു കാര്യം തന്നെ. അപ്പോൾ വ്യക്തി കേന്ദ്രീകൃതമാവുന്നുണ്ടോ പലപ്പോഴും? എനിക്ക് മനസ്സിലായി, ചോദ്യം മനസ്സിലായി. സംഘടനയിൽ ഇപ്പൊ അമ്മയാണെങ്കിലും ശരി, അല്ലെങ്കിൽ മാക്സിൽ ഉണ്ടായിരുന്ന ഒരു പ്രൊഡ്യൂസർ അയാളുടെ താല്പര്യങ്ങൾ നടക്കാതെ വന്ന സമയത്ത് അതിനെ പുലർത്തി പുതിയൊരു സംഘടന പ്രൊഡ്യൂസറല്ല, ഡയറക്ടറല്ല, പുതിയൊരു ഇതിലേക്ക് പോകുന്നതാണ്. അപ്പോ അത്തരത്തിൽ വ്യക്തി കേന്ദ്രീകൃതമാകുന്നുണ്ടോ പലപ്പോഴും? അവിടെയെല്ലാം ഈ പറയുന്ന പോലെ അധീശത്വം, കോമ്പറ്റീഷൻ കമ്മീഷൻ പറഞ്ഞ വാചകം ഞാൻ പറയുന്നത്, അധീശത്വമുള്ളവർ എന്നൊരു വാക്കുകൊണ്ടുണ്ട്. സംഘടനയിൽ അധീശത്വം. ഈ ഞാനാണോ വലുത്, നീയാണോ വലുത് എന്നുള്ള അതാണല്ലോ, അതാണ് അവിടെ സംഭവം. അത് കഴിഞ്ഞ ദിവസം ശ്രീ വിനയന്റെ ആ ഒരു നിങ്ങളുടെ പ്രസ് മീറ്റ് അതിനകത്ത് ശ്രദ്ധിച്ചാൽ അറിയാമല്ലോ. ഒരു നടൻ, അദ്ദേഹം കൊണ്ടുവന്ന നടനെ കുറിച്ച് അതിനകത്തൊരു കോസ്റ്റ്യൂമറുടെ സംഭവമായിട്ട് വന്നു വരുമ്പോഴത്തേക്ക് അദ്ദേഹം അതിന് കൊടുത്ത മറുപടി, നീ അവിടെ വന്ന് കാല് പിടിച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ. ഇതേപോലത്തെ പല മാപ്പ് പറച്ചിലും പലയിടത്തും ഒക്കെ നടന്നിട്ടുണ്ട്. അത് ഈ സംഘടന തുടങ്ങിയ സമയത്ത്, ഞാനുണ്ടായിരുന്ന സംഘടന തുടങ്ങിയ സമയത്ത് 95 ഒരു ഷോ നടന്ന ഓർമ്മയുണ്ടോ? തിരുവനന്തപുരത്ത് വെച്ച് അങ്ങനെ കുറേ പേര് മാപ്പ് പറച്ചിൽ നടന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നത് ശോഭന, അശോകൻ, ജയറാം, അങ്ങനെ കുറച്ച് പേരുണ്ട്. അന്ന് അതിനെ ഏറ്റവും ആദ്യം എതിർത്തിട്ട് നോ എന്ന് പറഞ്ഞ വ്യക്തിയാണ് തിലകൻ. അപ്പോൾ അത് എന്തിനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ മാപ്പ് പറയേണ്ട കാര്യം? അത് പറഞ്ഞു തീർക്കുക, അതിനല്ലേ ഈ പറയുന്ന സംഘടന എന്നുള്ളത്. അല്ലാണ്ട് നീ അവിടെ എല്ലാവരും വിളിച്ചു നിർത്തിയിട്ട് മാപ്പ് പറയണം, അതൊക്കെയാണ് കുഴപ്പം. അപ്പോൾ ഞാനാണ് വലുത്, എൻ്റെ ഉത്തരവ് അതനുസരിക്കാനായിട്ട് അതനുസരിച്ചേ പറ്റുള്ളൂ എന്നുള്ള തോന്നലാണത്. അതൊക്കെയാണ് ഇവിടുത്തെ കുഴപ്പം സാർ. ആരും മോശക്കാരല്ല. ഞാനും ഇന്ത്യയിലാണ് ജീവിക്കുന്നത്. ഞാനും എൻ്റെ കയ്യിലുള്ളതും ഇന്ത്യൻ പൗരൻ എന്നുള്ള പാസ്പോർട്ടാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. നിങ്ങളുടെ കയ്യിലും അതാണല്ലോ. പിന്നെ നിങ്ങളുടെ കുറച്ച് കാശ് കൂടുതലുണ്ടാവും, എൻ്റെ കയ്യിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. അത്ര തന്നെ. ഈ പോക്സോ വകുപ്പുകൾ അടക്കം ഉള്ള കേസെടുക്കാവുന്ന കാര്യങ്ങളാണുള്ളത്. എന്നിട്ടും 4.5 വർഷമാണ് ഈ റിപ്പോർട്ട് അടയുന്നത്. എന്നിട്ട് ഈ പറഞ്ഞ പൗരനെ മാത്രം സംരക്ഷിക്കാൻ വേണ്ടി ആയിരിക്കും. പവർ ഗ്രൂപ്പിനെ സംരക്ഷിക്കാൻ വേണ്ടി എന്നല്ല, പവർ ഗ്രൂപ്പ് ആണെന്നുള്ള ആരാണെന്നുള്ളത് അതിനകത്ത് പറഞ്ഞിട്ടില്ലല്ലോ സാർ. അപ്പോൾ പിന്നെ അതെങ്ങനെ? അപ്പോൾ അവിടെ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് അതിനകത്തുനിന്ന് ഈ പറഞ്ഞ പേരുകളൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ ചില നിഗമനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. ആ നിഗമനങ്ങൾ എന്ന് പറയുന്നത് കയ്യിലുള്ള പല ഡോക്യുമെന്റുകൾ, നമ്മൾ അങ്ങനെയാണല്ലോ നിഗമനങ്ങളിൽ എത്തിച്ചേരുക. ആ നിഗമനങ്ങൾ പ്രകാരം ചില ആൾക്കാർ, പ്രത്യേകിച്ച് സർക്കാരിലൊക്കെ ചില പിടിപാടുള്ള ആൾക്കാർ അങ്ങനെ മുഖേന വല്ലതും നടന്നിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണ് നിങ്ങൾ സെക്രട്ടേറിയറ്റിലോ അവരോടൊക്കെ പോയിട്ട് അതിന്റെ CCTV ഒക്കെ പൊക്ക്. അതാ ഞാൻ പറഞ്ഞ, അത് അങ്ങനെയുള്ള വല്ല നമുക്കറിയില്ലല്ലോ. എനിക്കറിയാൻ വയ്യാത്തൊരു കാര്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ അതിനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. ഈ പവർ ഗ്രൂപ്പിന്റെ പേര് ആര് പുറത്തുവിടും? ആർക്കറിയാം? വിനയൻ അറിയാലോ. വിനയൻ തന്നെ പറഞ്ഞില്ലേ? ഞാൻ പറഞ്ഞല്ല, വിനയൻ തന്നെ പറഞ്ഞില്ല. എനിക്കറിയാം, ഞാൻ പറയില്ല. ഹേമ കമ്മിറ്റി പറയാത്തതിന് ഞാൻ എന്തിനാ പറയണമെന്ന്? അതല്ലേ വാക്കല്ലേ പറഞ്ഞു, നിങ്ങളടത്തല്ലേ പറഞ്ഞു. ഇതേപോലെ മൈക്ക് കൊണ്ട് ഉപയോഗിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നിങ്ങൾ ചോദിച്ചാൽ പുള്ളി ഓടി പോവുകയും ചെയ്തു. എന്താ ബ്രാല് ഇങ്ങനെ തെന്നി പോകുന്ന പോലെ ചോദിച്ചാൽ മതി, പറയും. നിങ്ങൾ ചോദിക്കേണ്ടത്, നിങ്ങൾ എന്നെ പിടിച്ച് ഇങ്ങനെ ചോദിക്കേണ്ട കാര്യം, എനിക്ക് ഒരു വിവരമില്ലാത്ത കാര്യത്തിൽ എന്നെ പിടിച്ച് ചോദിക്കേണ്ടത് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുക. അതാണ് അതാ ഞാൻ പറഞ്ഞത്. അത് വ്യക്തമായിട്ട് പുള്ളി അതിന് ജഡ്ജിമെന്റ് എടുത്ത് മേടിച്ചിരിക്കുന്നതല്ലേ, അവരെ കൊണ്ട് പിഴ അടപ്പിച്ചതല്ലേ. പിന്നെന്താ വിളി വിടാൻ ഇത്ര മടി? അത്രയും ഒരു ഇത് കാണിക്കാമെങ്കിൽ, എന്താ പറയുക, ആർജവം കാണിച്ചെന്നൊക്കെ പറഞ്ഞ് പുള്ളി തള്ളി മറിക്കുന്നുണ്ടല്ലോ. പിന്നെന്താ പുറത്തു വിട്ടാലുള്ള അതിനകത്ത് എന്താണ് ആർജവത്തിന് കുഴപ്പം കാണിക്കേണ്ട കാര്യം? എന്താ? ധൈര്യമായിട്ട് പുറത്തു വിടാവുന്ന കാര്യമുള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ പറ്റില്ല കേട്ടോ. എനിക്കറിയാമെങ്കിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയും. എനിക്ക് ഒരു പേടി ആ കാര്യത്തിലില്ല. കാരണം ഞാൻ കൊടുത്തൊരു കേസിന്റെ വിധിയാണെങ്കിൽ. 4 വർഷത്തെ ഇതിന് ശേഷമാണ് റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. അത് സമ്മർദ്ദം കൊണ്ടായിരിക്കും 4 വർഷം കുഴിച്ചു വെച്ചത്. ഇനിയും ഇതുവരെ ഒരു നടപടി എടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇനിയെങ്കിലും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാകുമെന്ന് കരുതുന്നു. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ മറുപടി ചെയ്യുമായിരിക്കും, ചെയ്യൂ. പക്ഷെ ഇപ്പോഴത്തെ കാലാവസ്ഥ പ്രകാരം അത് നടക്കാനുള്ള സാധ്യത ഇല്ല. കാരണം ഇന്നും ഞാനൊരു അദാലത്ത് കഴിഞ്ഞിട്ട് വരികയാണ്. അവിടെയും എനിക്ക് സർക്കാരിൻ്റെ ഇടപെടൽ കണ്ടപ്പോൾ
അത് എൻ്റെ കേസിൽ അത്ര സുഖകരമായിട്ടല്ല എനിക്ക് തോന്നിയത്. അതായത് കാറ്റ് കാലാവസ്ഥ കാര്യം ഇവിടുത്തെ ഉദ്യോഗസ്ഥ സമൂഹം ഉണ്ടല്ലോ, നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ സൈഡിലുള്ള ഭരണ ചക്രം തിരിക്കുന്നവരെന്നൊക്കെ പറയുന്നത്, അവരുടെ കുറച്ച് അഴിമതികൾ ഇതിനെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പല മന്ത്രിനെയും മറ്റവരെയൊക്കെ പറയുന്നത് ചിലപ്പോൾ ശരിയാകണമെന്നില്ല. കാര്യം അവർക്കൊന്നും ചിലപ്പോൾ ഇത് വായിച്ച് മനസ്സിലാക്കാനുള്ള സാവകാശം പോലും കിട്ടി കാണത്തില്ല, അല്ലെങ്കിൽ അവരത് വായിച്ചിട്ട് പോലുമില്ല, ചിലർക്ക് ഇത് വായിച്ചാൽ മനസ്സിലാകത്തു പോലുമില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. ഇംഗ്ലീഷാണ് കൂടുതൽ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് ഈ ഉദ്യോഗസ്ഥന്മാരെന്ന് പറയുന്നത് മിക്കവാറും എല്ലാവരും ഒരുമാതിരി നല്ല വിദ്യാഭ്യാസമുള്ളത്, ലോ പഠിച്ചവരും മറ്റവരും മറിച്ച് അവർക്ക് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം. അവരിത് വിറ്റ് കാശാക്കിയിട്ടുണ്ടോയെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഇതെവിടെയൊക്കെ പോയിട്ടുണ്ടെന്നുള്ളത്. കാര്യം നമുക്കറിയാമല്ലോ, ഒരിക്കൽ കോടതിയിൽ നിന്ന് പോലും രേഖകൾ പോകുന്ന അവസ്ഥയുണ്ട്. അപ്പോൾ ഇതൊക്കെ അങ്ങനെയൊക്കെ പോയിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. ചിലപ്പോൾ കാണുമായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അങ്ങ് ചോദിച്ചതിന് ചിലപ്പോൾ മറുപടിയായിട്ട് വരുമെന്ന് എനിക്ക് തോന്നുന്നത്. ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ചില യുവ നടന്മാർ ഉൾപ്പെടെ പുറത്തു വന്ന് സ്വാഗതം ചെയ്യുകയും ഞങ്ങൾ ഇതിലൊന്നും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഓപ്പണായിട്ട് തന്നെ പറയുകയും ചെയ്തു. പക്ഷേ അതെങ്ങനെ അവർക്കറിയാം? എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ട് എൻ്റെ പേരെങ്ങാനും എഴുതി വെച്ചിട്ടുണ്ടോ എന്നുള്ളത്. കാര്യം ഇത്രയും ഞാൻ പ്രശ്നമുണ്ടാക്കിയതാണ്. ഇടയ്ക്ക് എന്നെ പുറത്താക്കിയ സമയത്ത് ഞാനൊരു പോസ്റ്റ് ഇട്ടപ്പെടുത്തി അതിനടിയിൽ എഴുതി, മിസ്റ്റർ ഷമ്മി തിലകൻ, ഒരു പീഡന കേസിൽ പോലും പ്രതിയല്ലാത്ത നിങ്ങളെ ആ സംഘടനയ്ക്ക് ഇരിക്കാൻ യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്നാണ്. യോഗ്യത എന്ന് പറയുന്ന അവിടെ പീഡന കേസാണ് എന്നുള്ള രീതിയിൽ എന്നെ ഞാൻ പറഞ്ഞല്ല. നീ അതിന് എന്നെതിരെ കേസ് വേണ്ട, ഞാൻ പറഞ്ഞതല്ല. എനിക്ക് ഒരു കമന്റ് വന്നതാണ്. അപ്പോൾ അതൊരു വൈറലായിട്ടുള്ളൊരു കമന്റുമാണ്. അപ്പോൾ അതുപോലെ യോഗ്യത അവിടെ ഒരു വലിയ വിഷയമാണ്. അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഞാൻ വിട്ടുപോയി. എന്തായിരുന്നു ചോദിച്ചത്? അതെ, അതാ ഞാൻ പറഞ്ഞത്. അവർക്ക് എങ്ങനെ അറിയാം അതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? എൻ്റെ കാര്യം എനിക്ക് പോലും എനിക്ക് ഉറപ്പില്ല, ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ചിലപ്പോൾ നമ്മുടെയൊക്കെ പേര് ആരെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ വിനയന്റെ കേസിൽ തന്നെ ജഡ്ജ്മെന്റിനകത്ത് ഈ പവർ ഗ്രൂപ്പിന്റെ പേരുണ്ട്. വിനയൻ ഇതേതെങ്കിലും രീതിയിൽ ഷമ്മി തിലകനോട് പറഞ്ഞിട്ടുണ്ടോ ഈ പവർ ഗ്രൂപ്പ്? ഞാൻ അതിനകത്ത് മൊഴി കൊടുത്തതല്ലേ സാർ? പറയാമല്ലോ ആരൊക്കെയാണ് അതിനകത്തുള്ളത്. അല്ല, മൊഴി കൊടുത്തതേ ഉള്ളൂ. ജഡ്ജ്മെന്റ് ഞാൻ വായിച്ചിട്ടുണ്ട്. അത് പറയേണ്ട ഉത്തരവാദിത്വം എനിക്കില്ല. അതാണ് അതിനകത്തെ കാര്യം. പറയേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? വിനയൻ, എനിക്കല്ല. കാര്യം അത്രയും ആർജവം കാണിച്ച് അത്രയും ഫൈറ്റ് ചെയ്ത് അതിന് തിലകനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത ആളാണ്. അപ്പോൾ തിലകനോടാണ് പുള്ളി നീതി കാണിക്കേണ്ടത്. എന്തുകൊണ്ടായിരിക്കും വിനയൻ ആ പേര് പുറത്തു പറയാത്തത്? അതാണ് എൻ്റെ ചോദ്യം. എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ്. എന്താണ് പുള്ളിയുടെ ഉള്ളിലിരിപ്പല്ലേ നമുക്കറിയില്ലല്ലോ. അല്ലെങ്കിൽ പുള്ളിക്ക് ഇന്നലെ അത് കഴിഞ്ഞ ദിവസം നിങ്ങളോടുള്ള ആ ഒരു ഇതിനകത്ത് തന്നെ പറഞ്ഞുകൂടെ? നിങ്ങൾ ആരുടെ ചോദിക്കുകയും ചെയ്തു, വ്യക്തമായിട്ട് ചോദിച്ചു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു, നല്ല രസമാണ്. പുറകെ നടന്ന് ചോദിച്ചു, സാർ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചൊക്കെ ചോദിച്ചു. പക്ഷെ എന്തോ പുള്ളി അത് മുഖവിലേക്ക് എടുത്തില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇനി ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ കോൺക്ലേവ് നടത്തുന്നൊക്കെ പറയുന്നുണ്ട്, ഇതിനകത്ത് ഏതെങ്കിലും രീതിയിൽ പങ്കെടുക്കുകയോ എന്തെങ്കിലും? എന്നെ വിളിച്ചാൽ ഞാൻ പങ്കെടുക്കും. പിന്നെ അത് ഒരു ഇന്ത്യൻ പൗരന്റെ ധർമ്മമാണല്ലോ. അങ്ങനെ ഒരു സർക്കാർ ഒരു കാര്യത്തിന് വിളിക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ പങ്കെടുക്കും. അത് വിളിച്ചാൽ തീർച്ചയായിട്ടും പങ്കെടുക്കും. വിളിക്കൂലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. വിളിക്കാതിരിക്കട്ടെ, അതെനിക്ക് നല്ലതാണ്. കുറച്ചുകൂടെ ആയുസ് കിട്ടും. ഇപ്പോൾ കഴിഞ്ഞ സ്ഥിതിക്ക് തന്നെ പറയുകയുണ്ടായി, പുറത്തായവരും അല്ലെങ്കിൽ അങ്ങനെയുള്ളവരൊന്നും ശത്രുക്കളൊന്നും അല്ല എന്ന് പറയുകയുണ്ടായി. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരെയും കൂടെ യോജിപ്പിച്ചു പോകാൻ നിങ്ങളെയൊക്കെ വിളിക്കുകയാണെങ്കിൽ പങ്കെടുക്കും? എവിടെ പങ്കെടുക്കാൻ? സർക്കാരിന്റെ സംഘടന അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കുകയാണെങ്കിൽ? സംഘടന വിളിക്കാൻ സാധ്യതയില്ല. പിന്നെ എൻ്റെ പേര് മറ്റേ അച്ഛൻ്റെ പേര് മറ്റേതെന്ന് കട്ട് ചെയ്യുന്ന പറഞ്ഞാൽ എൻ്റെ കട്ട് ചെയ്ത കാര്യമാണ്. എനിക്കങ്ങനെ ഒരു ഇതും വരാറില്ല. ആയിക്കോട്ടെ, നല്ല കാര്യം. എൻ്റെ ഇടയ്ക്ക് എൻ്റെ കൈയൊന്ന് തളർന്നു പോയായിരുന്നു. അതെങ്ങനെയാണെന്നുള്ളത് കൂടെ ഒന്ന് പറഞ്ഞാൽ. ശത്രുതയില്ലെങ്കിൽ ഈ കൈ എങ്ങനെ തളരും? ഞാൻ പിന്നെ ഒരു 3 മാസം കഷ്ടപ്പെട്ടാണ് തിരിച്ചു പിടിച്ചത്. ഇടത്തെ കൈ എൻ്റെ ഒരു ആരോഗ്യം ഇതാണ്, ഈ കൈയാണ്. ഈ കൈ ഇല്ലെങ്കിൽ ഷമ്മിയില്ല, ഇടത്തെ കൈ ഇല്ലെങ്കിൽ അതൊന്ന് തളർന്നുപോയി. അത് ആരാണ് അതിനു വേണ്ടി പിന്നിൽ പ്രവർത്തിച്ചതെന്നും കൂടെ ഒന്ന് പറയാൻ പറ. അതിലെ മെയിൻ വില്ലനിൽ ഒരാളാണ് ഞാൻ. എന്റെ കാര്യത്തിലാണെങ്കിൽ ഇല്ല. ചോദ്യം എന്നോടാണല്ലോ. അവരുടെ കാര്യം എനിക്കറിയില്ലല്ലോ. എന്റെ കാര്യത്തിലില്ല. ഞാൻ പറയുകയാണെങ്കിൽ അങ്ങനെ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കാതെ അങ്ങനെ ആയിക്കൂടെ എന്ന് ചോദിച്ചാൽ ഇത്ര മനോഹരമായ ഒരിക്കലും നടക്കാത്ത സ്വപ്നം എന്നേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഞാനത് ഫേസ്ബുക്കിൽ ഇതിനു മുമ്പ് മറുപടി പറഞ്ഞിട്ടുണ്ട്.
അല്ല, ഞാനും അത് തന്നെ ചോദിക്കുന്നത് ഈ അമ്മ സംഘടനയിൽ ചിലപ്പം ഒരു ശത്രുത ഉണ്ടാവാം ചിലർക്ക്. പക്ഷെ അതൊക്കെ മാറി നമ്മളെല്ലാം ഒരുമിച്ച് പോകണമെന്നും പറഞ്ഞ് ആരെങ്കിലും ഒരു കോള് വന്നു കഴിഞ്ഞാൽ അതിനോട് സഹകരിക്കുമോ സംഘടന? അത് ആര് അങ്ങനെ ഒരു കോള് വരും, ആരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് അവിടെ വിഷയം. ഔദ്യോഗിക ഭാരവാഹികൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് വിഷയമുണ്ട്. അത് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല. അതാ ഞാൻ പറയുന്നത്, അത് എൻ്റെ വിഷയമാണ്, അത് എൻ്റെ പേഴ്സണൽ വിഷയമാണ്. ഞാനും സംഘടനയുമായിട്ടുള്ള എൻ്റെ പേഴ്സണൽ മാറ്റർ ഞാൻ ഇതുവരെ എങ്ങും വെളിയിൽ പറഞ്ഞില്ല. എൻ്റെ അച്ഛൻ്റെ വിഷയം മാത്രമേ ഞാൻ വെളിയിൽ പറഞ്ഞിട്ടുള്ളൂ. കാര്യം അത് നിയമപരമായിട്ടൊരു കോടതി തന്നെ തീരുമാനിച്ചിരിക്കുന്നു. തിലകനോട് കാണിച്ചത് അനീതിയാണ്. മറ്റേതൊക്കെ നമുക്ക് ആരോപണങ്ങളാണ്. എൻ്റെ അടക്കം ഞാൻ ആരോപണങ്ങൾ ഞാൻ അതിനൊരു തീരുമാനമാകാതെ ഞാനത് പബ്ലിക്കായിട്ട് പറയുന്നത് ഒരു നിയമബോധമുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല എന്നിട്ടൊന്നുമല്ല, നന്നായിട്ട് പറയാൻ അറിയാം. ആ, ഇത് വേണ്ടി വരും. അതിന് മുന്നോടിയായിട്ട് മറ്റേ ജയം വന്ന് നിങ്ങളുടെ ആളല്ലേ?